ഇന്നിപ്പോ മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ ടറഫുകളിലാണ് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ. നിസ്കാരം ഒഴിവാക്കി പന്ത് കളിക്കുന്നു, നിസ്കാരം ഒഴിവാക്കി ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് അടിക്കുന്നു. മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ നാട്ടിലുള്ള അധിക ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ, കുടുംബങ്ങൾ, ദമ്പതിമാർ ഒക്കെ ബീച്ച് റോഡുകളിലാണ്. കുട്ടികളുമായിട്ട് ഒരിക്കലും ഇറങ്ങാൻ പാടില്ലാത്ത സമയം, പ്രത്യേകിച്ച് ചെറിയ മക്കളുമായിട്ട് ഇറങ്ങാൻ പാടില്ലാത്ത സമയം മഗ്‌രിബിന് ബാങ്ക് മുഴക്കുന്നതിന് തൊട്ടുമുമ്പുള്ള സമയം. വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിശാച് ഏറ്റവും കൂടുതൽ കുട്ടികളിലേക്ക് പിടുത്തമുണ്ടാവുക ആ സമയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ചില കുട്ടികളെ കണ്ടില്ലേ, രാത്രി മുഴുവൻ ഇരുന്ന് വല്ലാതെ കരച്ചില്. പാപ്പായും ഉമ്മായി എത്ര നോക്കിയിട്ടും കരച്ചിൽ മാറുന്നില്ല. പല ഉമ്മമാരും രാവിലെ പറയും, ഇന്നലെ ഈ കുട്ടി ഉറക്കിയിട്ടില്ല എന്ന് പരാതി പറയും. കാരണം എന്താ? മഗ്‌രിബിന്റെ സമയത്ത് നിങ്ങൾ കറങ്ങാൻ പോകൽ നിർത്തണം. അധിക വീട്ടിലും 5 മണിയാകുമ്പോൾ ഭർത്താവ് വരും ജോലി കഴിഞ്ഞ്, 5:30 ബൈക്ക് എടുക്കും, നേരെ മഗ്‌രിബ് ഖളാ ആക്കിയിട്ട് ഏതെങ്കിലും ബീച്ചിൽ പോയിരിക്കും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡ് കോർട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് രാത്രി 10:30-11 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരികയാണ്. മഗ്‌രിബിന്റെ ഇശായിൻ്റെ ഒക്കെ ആ സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഹറാമായ രീതിയിൽ ജീവിച്ചു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒന്നിനെ ബറക്കത്തില്ല. ഞാൻ വെറുതെ പറയല്ല, ഹദീസുണ്ട്. ഞാൻ ഈ ഒന്നും ആയത്തോ ഹദീസല്ലേ, വെറുതെ അല്ലല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَكُنَّا نَخُوضُ مَعَ الْخَائِضِينَ. നിസ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ തെറ്റുകുറ്റങ്ങളിലും വ്യാപൃതരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖറബത്തിശ് ശംസു യന്തശിറു ശയാത്തീൻ ഫഖതഫൂ صبيانكم واحبسوا مواشيكم. മലബാറിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ദമ്പതിമാരെ, പഠിച്ചു വെക്കണ്ട ഹദീസാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് മദീനയിലെ രാജകുമാരൻ അഹ്മദ് മുജ്തബ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇദാ ഖറബത്തിശ് ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യന്തശിറു ശയാത്തീൻ, പിശാച് പറന്ന് നടക്കുന്ന സമയമാണ്. ഫഖതഫൂ സിബിയാനകും വഹ്ബിസൂ മവാശിയകും. നിങ്ങളുടെ നാൽക്കാലികളെ അതിൻ്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും നിങ്ങളുടെ മക്കളെ വീട്ടിനുള്ളിൽ പിടിച്ചു വെക്കുകയും ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹദീസാണ്. ഫഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികൾ, ആട്, മാട്, ഒട്ടകങ്ങളൊക്കെ ഉള്ളവർ അതിനെ കൊണ്ടുപോയി ആലയിൽ, അതിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയി ബന്ധിക്കണം മഗ്‌രിബിന് മുമ്പ് തന്നെ. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ, ആ കുട്ടികളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റണം. കാരണം പിശാച് ഏറ്റവും കൂടുതൽ പറന്നു കിടക്കുന്ന സമയമാണതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കുട്ടികളിലേക്കാണ്. അതുകൊണ്ടാണ് ആ കുട്ടികളെ ചേർത്ത് നിർത്തിയിട്ട് മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഇരുന്നിട്ട് എന്ത് ചെല്ലണം? ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതൊരു 100 ചെല്ലി നോക്കിക്കേ, അൽഹംദുലില്ലാ. അതിനേക്കാൾ വലിയ ദിക്ർ ഏതാണ്? ഇതാ കേട്ടോ, 2 ഹദീസ് പറഞ്ഞുതരാം. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇന്ന് സുന്നികൾക്ക് പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിപ്പോ കുത്തുബിയ്യത്ത് ഓതുമ്പോ കശ്കശ് ലൈഹൂഷ് ബുർഖാൻ വഹദലയാൻ വനജസഹ് ലസ്തൂഷ് മൈമൂൻ സനഇഖ് ശതൽത തഷ്കൂഷ്. ഒന്ന് എഴുതി തന്നെ ഉസ്താദ്, അത് ഉള്ളവല്ലോ, നല്ലത്. കുറച്ചേരം ദിക്ർ എല്ലാം പറ്റി. നമുക്ക് അങ്ങനത്തെ കട്ടിയുള്ള വാക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ സുന്നികളുടെ പ്രശ്നം അതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ആർക്ക് വേണം? അൽഹംദുലില്ലാഹ്.
സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഹാജിയാർ ഫസ്റ്റ് ക്ലാസ് ഹാജിയാരാ, നല്ല സുന്നിയാണ്. മൂപ്പര് നിസ്കാരത്തിന് ഇരുന്ന് തയ്യാത്തിന്ന് എഴുന്നേറ്റ് ഒറ്റ പോക്ക് വെളിയിലോട്ട്. അൽഹംദുലില്ലാഹ് പറഞ്ഞപ്പോൾ ചെരുപ്പിട്ട്, അല്ലാഹു അക്ബർ പറഞ്ഞ വീട്ടിൽ ചെന്നപ്പോൾ പ്ലേറ്റ് എടുത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മീൻ പൊരിച്ച 5 അടിച്ച് കഴിഞ്ഞ്. ഇതാണ് സുന്നി. നമ്മുടെ സുന്നി ഇതാണ്. സുബ്ഹാനല്ലാഹ്ക്കൊന്നും മഹത്വം ഇല്ല, ധൃതിയാണ്, ഭയങ്കര ധൃതി. ഈ സുബ്ഹാനല്ലാഹ് അർത്ഥം അറിയുന്നീ അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നമുക്കത് അന്ന് ഉസ്താദുമാരോടൊക്കെ ചോദിക്കുമ്പോൾ ദിക്ർ ചോദിക്കുമ്പോൾ ഉസ്താദ് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര നാളായിട്ട് സുബ്ഹാനല്ലാഹ് ഉണ്ടെന്നില്ല ഉണ്ടോ അങ്ങോട്ട് തന്നെ പറയും ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഒക്കെ കുറേ ചൊല്ലി ഉസ്താദ്, ഒരു ഗുണവും ഇല്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാ കേട്ടോ, ദാ 2 ഹദീസ് പറഞ്ഞുതരാം. قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ കുല്ലി യൗമിൻ 100 മറ ഗുഫിറ ലഹു. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലിയാൽ അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പൊറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നപ്പോ ചൊല്ലിയത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം. എത്ര വട്ടം ചൊല്ലണം? 50 100 വട്ടം എല്ലാ ദിവസവും. ഫീ കുല്ലി യൗമിൻ എല്ലാ ദിവസവും ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം 100 ചൊല്ലിയാൽ ഗുഫിറ ലഹു, ഹദീസാണ്, അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. 2 വചനങ്ങളുണ്ട് സഹാബ, 2 വചനങ്ങളാണ്. ഈ 2 വചനങ്ങൾ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ്. എന്നാലോ ചെല്ലുന്നതായ അടിമയ്ക്ക് അവന്റെ നാവിന്റെ മേൽ ലഘുവായ ദിക്റാണ്. ഒരുപാട് കട്ടിയുള്ള വാക്കല്ല, വളരെ ലൈറ്റായ ദിക്റാണ്. നാളെ റബ്ബിന്റെ ദർബാറിൽ നന്മ തിന്മകൾ തൂക്കുന്നതാകുന്ന തുലാസിൽ, നന്മയുടെ ത്രാസിൽ ഭാരം കൂട്ടുന്നതായ ദിക്റാണ്. ഏതാണ് ഈ 2 വചനങ്ങളെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഈ 2 വാക്കാണതെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഇപ്പൊ പറഞ്ഞത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ നീ അന്വേഷിച്ച് നടക്കണ്ട. ഹബീബത്താനി ഇലർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ. സഖീലത്താനി ഫിൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിൽ നന്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഭാരം കൂട്ടുന്നത്. എന്നാലോ നാവിന്മേൽ വളരെ ലഘുവായത് ഖഫീഫത്താനി അലൽ ലിസാൻ, ചെല്ലാൻ വളരെ എളുപ്പമുള്ളത്, ലൈറ്റായ ദിക്റ, കട്ടിയുള്ള വാക്കൊന്നുമില്ല. ഏതാ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഒന്ന് ചൊല്ലിക്കെല്ലാവരും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ഏറ്റവും എളുപ്പമുള്ള ദിക്ർ. നല്ല പ്രശ്നമുണ്ടോ? ഏറ്റവും സുഖമുള്ളത്. അതിന്റെ കൂടെ ലാസ്റ്റ് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്നും കൂടി ആ ഈണത്തിൽ അങ്ങനെ ചെല്ലിയ അൽഹംദുലില്ലാഹ് ഒന്നുകൂടി പെർഫെക്റ്റ് ആയി. അസ്തഗ്ഫിറുല്ലാഹിന്റെ മഹത്വമൊക്കെ എത്രയാണ്? ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, സമയബന്ധത ആയതുകൊണ്ട്.
قال رسول الله صلى الله عليه وسلم നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ് മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകൈക ഗുരു ലോകത്തോട് ഉണർത്തുകയാണ് സ്വഹാബ, ആരെങ്കിലും ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിച്ചാൽ മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. എപ്പോഴും അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുവേ പടച്ച റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു പോയവനാണ് അല്ലാ, ഞാൻ തെറ്റ് ചെയ്തവനാണ് അല്ലാ, കല്ല് കുടിച്ചിട്ടുണ്ട് റബ്ബേ, വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലാ, സിനിമ കണ്ടിട്ടുണ്ട് അല്ലാ, സീരിയൽ ദർശിച്ചിട്ടുണ്ട് അല്ലാ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവനാണ് അല്ലാ, ഹറാമായ ഭാഷണം കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കാത് ചിലവഴിച്ചവനാണ് അല്ലാ, കൈകൊണ്ട് പിടിക്കാത്ത ഹറാമായ ഭാഗമില്ല റബ്ബേ, കാലുകൾ കൊണ്ട് നടക്കാത്ത ഹറാമായ തലമില്ല അല്ലാ, എന്റെ ഹൃദയം കൊണ്ട് ഹറാമായ കാര്യമല്ലാതെ എന്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല റബ്ബേ. നാവ് കൊണ്ട് സംസാരം നടത്തിയപ്പോ ആളുകളെ ചീത്ത വിളിച്ചവനാണ്, പലരെയും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞവനാണ് അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതായ മനുഷ്യ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. എല്ലാ മനപ്രയാസത്തിൽ നിന്നും, എല്ലാ മനക്ലേശങ്ങളിൽ നിന്നും, എല്ലാ മാനസികമാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു അവന് എക്സിറ്റ് നൽകുമേ, അവന് തുറസ് നൽകുമേ. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു. അവൻ വിചാരിക്കാത്ത ഭാഗത്തിനോട് അല്ലാഹു റിസ്ഖ് നൽകുമേ. വീടില്ലാത്ത മനുഷ്യനാണോ, മുട്ടുംതലയിലുള്ള പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ, നീ ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. കടക്കടിയിൽ കുടുങ്ങി നിൽക്കുന്നതായ സഹോദരനാണോ, നീ ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാണ്. ബിസിനസ് തകർന്നു പോയ മനുഷ്യനാണോ, നീ ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനാണോ, ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവനാണോ, ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാണ്. സ്വർഗത്തിൽ ഉന്നതമായ വീട് നിനക്ക് ലഭിക്കണോ, ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാ. ഈ ദുനിയാവിൽ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യനാണോ, കാരുണ്യത്തിന്റെ മഴ വർഷിക്കണോ, ഇസ്തിഗ്ഫാർ ചൊല്ലൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാൽ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആൻ
വ്യാഖ്യാതാക്കളുടെ നേതാവല്ലേ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, മഴയില്ല മഴയില്ല, വല്ലാത്ത വരൾച്ചയാണ്, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, വുളൂ ചെയ്യാനുള്ള വെള്ളമില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇസ്തഗ്ഫിറൂ ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഴ അല്ലാഹു നൽകുന്നതാണ്. അടുത്ത ആളുകൾ വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്, സമ്പത്തില്ല തങ്ങളെ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളോട് ആവലാതിപ്പെടുന്നു, വിഷമം പറയുകയാണ്, സമ്പത്തില്ല, ദുഃഖമാണ്, ദാരിദ്ര്യമാ. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. ഇസ്തിഗ്ഫാർ തേടൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. അടുത്ത ആള് വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്, മക്കളില്ല തങ്ങളെ, മക്കളില്ല, മക്കളില്ല, വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിക്കുകയാണ്, ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറയുന്നു, ഇസ്തഗ്ഫിറൂ, നിങ്ങളും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണേ. സ്വർഗത്തിൽ ഉന്നതമായ പദവി വേണോ, ഇസ്തിഗ്ഫാർ ചൊല്ലണേ, ചൊല്ലണേ. ആളുകൾ ആര് വന്ന് ചോദിച്ചാലും ഇസ്തിഗ്ഫാർ കൊണ്ട് മറുപടി കൊടുക്കുമ്പോൾ അത്ഭുതത്തോടുകൂടി ശിഷ്യന്മാർ ചോദിക്കുന്നു, നിങ്ങൾ എല്ലാ കാര്യത്തിനും പറയുന്നത് ഇസ്തിഗ്ഫാർ ആണല്ലോ. ബഹുമാനപ്പെട്ടവർ സൂറത്തു നൂഹിലെ ഈ പരിശുദ്ധമായ വചനങ്ങൾ ഓതിയിട്ട് പറയുകയാണ്, കേവലം എന്റെ വാക്കല്ല, വാക്കല്ല, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, കലാമാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് അല്ലാഹു പാപം പുറത്തു കൊടുക്കുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് അല്ലാഹു കാരുണ്യത്തിന്റെ മഴ വർഷിക്കുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് സമ്പത്ത് അല്ലാഹു അധികരിക്കുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് സന്താനങ്ങളെ അല്ലാഹു നൽകുമേ, നൽകുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് മനസ്സിന്റെ വിഷമവും പ്രയാസവും അല്ലാഹു നീക്കി നൽകുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് അല്ലാഹു റിസ്ഖിനെ വിശാലമാക്കുമേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും അരുവികളും അല്ലാഹു സമ്മാനിക്കുമേ. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, പ്രഖ്യാപനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അധികരിപ്പിക്കണം. അതൊക്കെ ചെല്ലാൻ പറ്റണം. മഗ്രിബിനെ തൊട്ട് മുമ്പ് നിന്നിട്ട് മക്കളെയൊക്കെ ചേർത്തിരുത്തിയിട്ട് ഒരു 10 മിനിറ്റ് ചെല്ലിയാൽ മതിയല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എത്ര മനോഹരമായ ദിക്റാണ്. നമ്മൾ കുറെ നാള് ഗൾഫിൽ പോയി അമ്പാദിച്ചു, ധാരാളം സമ്പത്തുണ്ടാക്കി, മക്കൾക്ക് വീട് വെച്ചു കൊടുത്തു, ഭാര്യയ്ക്ക് നല്ല ഉടുപ്പും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു, ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. വീട്ടിൽ 10 ദിവസത്തെ ലീവിന് വരുമ്പോൾ 10 ദിവസമെങ്കിലും മക്കളുമായി ചേർന്നിരുന്ന് ആ മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം ഒരു 10 മിനിറ്റെങ്കിലും ദിക്ർ ചെല്ലാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് സമ്പത്ത്, പിന്നെന്ത് വീട്, പിന്നെന്ത് ബറക്കത്ത്? എല്ലാം ഉണ്ട്, എന്നാ ദീനില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാം ഉണ്ട് നമ്മുടെ കൈവെള്ളയിൽ. നല്ല കൂടിയ മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മൾ കരുതിയാൽ ഈ സദസ്സ് പിരിയുമ്പോൾ തന്നെ ഒരു ഫുള്ള് ആടിനെ വാങ്ങിച്ച് മന്തി വെച്ച് കഴിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നമുക്കുണ്ട്. സദസ്സ് പിരിഞ്ഞിട്ട് രാത്രിക്കുമ്പായിട്ട് കഴിക്കാം. അതിനൊക്കെ പടച്ചോൻ തന്ന് 10-20 കൊല്ലം മുമ്പ് ഇതൊന്നും അല്ല. എവിടെയെങ്കിലും വല്ല കല്യാണം ഉണ്ടാവണം, വിളിച്ചില്ലെങ്കിൽ അവിടെ പോയി ഇങ്ങനെ പരിങ്ങി നിന്നൊക്കെ കഴിക്കുക. എന്നതല്ലല്ലോ. ഇന്നിപ്പോ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു കൈവെള്ളയിൽ തന്നു. പക്ഷെ ഒന്നില്ല, മക്കളെ വാടാ ഒരു 10 മിനിറ്റ് ദിക്ർ ചെല്ലാന്ന് പറഞ്ഞാൽ ആരുമില്ല. എല്ലാം മാറുകയാണ്, തന്നെയാണ്. എല്ലാവർക്കും മൊബൈൽ മതി. ആപ്പാടെ ടാബുണ്ടെങ്കിൽ റാഹത്തായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരു 10 മിനിറ്റ് ദിക്ർ ഒരുമിച്ചിരുന്ന് ചെല്ലുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിലില്ലേ? തീർച്ചയായും ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയി. എന്തുണ്ടായിട്ടും കാര്യമില്ല. എപ്പോഴാണ് മരണം, എവിടെ വെച്ചാണ്, ഏത് രീതിയിലാണ്, ആർക്കാണ് തിരിച്ചപ്പെടുത്താൻ പറ്റില്ല.
അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നമ്മൾ ആരും മരിക്കുകയോ ഈ ലോകത്തുനിന്ന് വിട പറയില്ല എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. ഈ സദസ്സ് വിരിഞ്ഞ് രാത്രി പോയി ഉറങ്ങി നാളെ ലാസ്റ്റ് സമാപന ദിവസത്തിൽ നമുക്കുണ്ടാവുമെന്ന് ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല. മറ്റന്നാൾ ചോറ് കൊടുക്കുന്ന ദിവസം അതിന്റെ ഒരു വറ്റ് ചോറ് കൂടി കഴിച്ചിട്ടേ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയൂ, ആർക്കും ഉറപ്പിക്കാൻ പറ്റൂല. എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഇതാണ് ദുനിയാവ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എപ്പോ ആണെങ്കിലും ഇത് പ്രായമൊന്നും പരിധിയൊന്നുമില്ല. ഞാനിപ്പോ ഇന്നിപ്പോ മാണിക്കോത്ത് തന്നെ മറ്റൊരു വീട്ടിൽ കയറിയിട്ട് വന്നത്. മിനിഞ്ഞാണ് അദ്ദേഹം മരിച്ചുപോയത്, മരണപ്പെട്ടു പോയത്. അവിടെ വലിയ പ്രായമൊന്നുമില്ല മനുഷ്യൻ. ആ മനുഷ്യനും മരണപ്പെട്ടു പോയി. രാത്രിയിലാണ് മരണപ്പെടുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. രാവിലെ വിളിച്ചു നോക്കുമ്പോൾ ആള് വഫാത്തായിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാതെ കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയെ പോലും വിളിച്ചുണർത്തിയിട്ട് ഞാനിതാ മരിക്കാൻ പോകാന്ന് പറയുന്നില്ല. അതിനുള്ള സമയം പോലും ഇല്ല. തൊട്ടടുത്ത് കിടപ്പുണ്ട് ഭാര്യ, അവര് പോലും അറിയുന്നില്ല. രാവിലെ വിളിച്ചു നോക്കുമ്പോൾ ഇച്ഛ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ദീർഘായുസ് പ്രദാനം ചൊരിയട്ടെ. നമ്മളൊന്നും അഹങ്കരിക്കണ്ട. എനിക്ക് ദുനിയാവ് ശാശ്വതമാണ്, എനിക്കെല്ലാം കൈവെള്ളയിൽ ഒതുക്കാം. എൻ്റെ കൂടെ മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടാകും, വാപ്പയുണ്ടാകും, കുടുംബമുണ്ടാകും. ആരും കരുതരുത്. നമ്മൾ ചെയ്യുന്നതാകുന്ന അമലുകളും ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം ഖബറിൽ എപ്പോഴും ഉണ്ടാകും തുണയായി. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, അതുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് നിൽക്കേണ്ട സമയമാണ് ആ മഗ്‌രിബിന്റെ സമയം. ആ സമയത്ത് കറങ്ങി നടക്കരുത്. പിശാചി ഏറ്റവും കൂടുതൽ കറങ്ങുന്ന സമയമാണ്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പിടുത്തമിടും. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് എന്ത്, ഇദാ ഗുറുബത്തി ശംസു, സൂര്യൻ അസ്തമിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഫഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ നിങ്ങൾ പിടിച്ചു വെക്കുകയും നിങ്ങളുടെ കുട്ടികളെ വീട്ടിനുള്ളിൽ തന്നെ കരുതലോടുകൂടി ചെറിയ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദിക്റിലായി കഴിയുകയും ചെയ്യണേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എത്ര പേര് സൂറത്തുൽ വാഖിയ ഓതി? കൈ ഉയർത്തണ്ട, ഒന്ന് ചോദ്യമാണ്. നിങ്ങൾ മനസ്സിനോടൊന്ന് ചോദിക്കാൻ. നമ്മൾ സുന്നി എന്നാണല്ലോ പറയുന്നത്. സുന്നി എന്ന് പറഞ്ഞിങ്ങനെ അടക്കുന്നതല്ലാതെ എവിടെ സുന്നത്തെയോ മാറ്റി. നമ്മൾ സുന്നി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ സുന്നി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും മൗലൂദ് ഉണ്ടെങ്കിൽ ചോറ് അടിച്ചുകൊണ്ട് പോവുക, അതാണ് സുന്നി. ഇന്നത്തെ സുന്നി അങ്ങനെയായി മാറി. റാത്തീബ് എവിടെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് കയറി ചെല്ലുക, നല്ല റാഹത്തായിട്ട് നെയ്ച്ചോറും പള്ളിക്കറിയും സെറ്റ് ചെയ്ത് അകത്താക്കുക, സുന്നി ദമ്മ് ചെയ്ത്. ഇതാണ് ഇന്നത്തെ സുന്നി. നിസ്കാരം കഴിയുമ്പോൾ ദിക്റിന് ആളില്ല, ഇവന്റെ പേര് സുന്നി എന്നാണ്. സുബ്ഹാനല്ലാഹ് വിളിക്കുമ്പോൾ ആചാര്യ ഇറങ്ങിപ്പോയി. തഹജ്ജുദ് നിസ്കാരം ഉണ്ടോ? ഇല്ല, പിന്നെന്തു സുന്നി? ളുഹാ നമസ്കാരം ഉണ്ടോ? ഇല്ല, പിന്നെന്തു സുന്നി? ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുണ്ടോ? അതും ഇല്ല, പിന്നെന്തു സുന്നി? പിന്നെ ഏതാണ് സുന്നത്ത് ജമാഅത്ത്? എന്താണ് സുന്നത്ത്? നമ്മുടെ കൈവശമൊന്നുമില്ല, ഫർളുകൾ പോലും ഇല്ലാത്ത അവസ്ഥ. എന്നാൽ എല്ലാ കുത്തരങ്ങുകൾക്കും നമ്മൾ മുൻപന്തിയിലുണ്ട്, എല്ലാ അഴിഞ്ഞാട്ടങ്ങൾക്കും നമ്മൾ മുൻപന്തിയിലുണ്ട്. സമ്പത്ത് ആവശ്യമില്ലാതെ ചെലവഴിക്കുന്നു ഹറാമായ മേഖലകളിൽ, അതിന് യാതൊരു കണക്കുമില്ല. എത്ര രൂപ വേണം അടിച്ചു പൊളിക്കാൻ? എവിടെയൊക്കെ പോകണം? മക്കൾക്ക് ഏതെല്ലാം പാർക്കിൽ പോകണോ, മാളിൽ പോകണോ, ബീച്ചിൽ പോകണോ? പൈസ ഇങ്ങനെ വാപ്പ കൊടുക്കാൻ, അതിനൊന്നും ഒരു കണക്ക് പോലും ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് ഇന്നത്തെ സമൂഹം. നമ്മൾ അവിടെ എത്തി. വകുന്നാ നഖൂളു മഅൽ ഖായിളീൻ. നരകാവകാശികളാകുന്ന ആളുകൾ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കടക്കുമ്പോ സത്യവിശ്വാസികളായ സ്വർഗാവകാശികൾ അവർ സ്വർഗത്തിലിരുന്നു കൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ നരകത്തിൽ കടന്നിട്ടുള്ളതായ ആളുകളെ, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ കടന്നത്? അപ്പോഴാണ് അവർ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. വകുന്നാ നഖൂളു മഅൽ ഖായിളീൻ. എല്ലാ തെറ്റുകുറ്റങ്ങളിലും വ്യാപൃതരായി, എല്ലാ പേക്കൂത്തുകളിലും വ്യാപൃതരായി നടക്കുന്നവരാ. ഹറാമായ തലതുമായി ഞങ്ങളുടെ ജീവിതം ബന്ധമാണ്. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ.
പരലോകത്തെ കുറിച്ച് കളവാക്കിക്കൊണ്ട് നടന്നവരാണ്. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ല, പരലോകത്തെ കുറിച്ച് വിശ്വാസമില്ല, നാളെ ഉണ്ടാവുന്ന മരണത്തെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തപരാകുന്ന ജീവിതത്തെ കുറിച്ച്, അവിടെയുള്ള ചോദ്യങ്ങളെ കുറിച്ച് പരിപൂർണമായി അവിശ്വസിച്ചുകൊണ്ട് നടക്കുന്നവരല്ലേ. പരലോകത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ല. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. അങ്ങനെ ഞങ്ങൾ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവരാണ്, നിസ്കാരമില്ലാതെ കഴിഞ്ഞവരാണ്, പാവങ്ങളുടെ കണ്ണീരൊപ്പാതെ കഴിഞ്ഞവരാ, എല്ലാ തെറ്റുകുറ്റങ്ങളും വ്യാപൃതരായി കള്ളുകുടിച്ച് MDMA അടിച്ച് ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നപ്പോ ഹത്താ അതാനൽ യഖീൻ, അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ ഞങ്ങൾ പിടിമുറുക്കി. ഞങ്ങളെ ഇതാ മരണത്തിന് മുന്നിൽ വരിഞ്ഞു മുറുക്കപ്പെടുകയാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുകയാ, സത്യവിശ്വാസികളെ, ഈ രീതിയിൽ ദുനിയാവിൽ ആഖിറത്തെ കളവാക്കിക്കൊണ്ട് നടന്നതായ ആളുകളില്ലേ, അവർക്ക് ഒരു പ്രയോജനവും നാളെ ആരും ചെയ്യുകയില്ല. ഫമാ തൗഫഉഹും ശഫാഅത്തു ശാഫിഈൻ. അവർക്ക് ഒരു പ്രയോജനവും നാളെ ഉണ്ടാവുകയില്ല. ആരും അവരെ ശുപാർശ ചെയ്ത് സ്വർഗത്തിലെത്തിക്കാമെന്ന് കരുതി വരികയേ വേണ്ട. ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിനെ ചവറ്റുകൊട്ടയിലേക്ക് മറിച്ചെറിഞ്ഞവരെ, ദീനിനെ തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവരെ, ഖുർആനോദാതെ, ദിക്ർ ചൊല്ലാതെ, നമസ്കരിക്കാതെ, ഇബാദത്തുകൾ കണിശത വെക്കാതെ കടിച്ചും രസിച്ചും ദുനിയാവിൽ അടിച്ചു പൊളിച്ചവരെ, ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. ഫമാ തൗഫഉഹും ശഫാഅത്തു ശാഫിഈൻ. നാളെ മഹ്ശറിൽ ശുപാർശ ചെയ്യുന്ന ഒരാളുടെയും ശുപാർശ അല്ലാഹു അവരുടെ വിഷയത്തിൽ സ്വീകരിക്കുകയേ ഇല്ല, പ്രയോജനപ്പെടുകയേ ഇല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരാൾ നമ്മൾ രക്ഷപ്പെടുത്താൻ ഉണ്ടാവൂല. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ട ജീവിതം ഈ ദുനിയാവ്, 60-70 വയസ്സുള്ള കാലഘട്ടം, ആവശ്യമില്ലാത്തതിലേക്കൊന്നും തിരിയണ്ട. ഇപ്പോൾ തന്നെ താടി രോമവും തലയിലെ രോമകവും ഒക്കെ നരച്ചിട്ടുണ്ട്, ഇനിയെങ്കിലും നന്നായിക്കും. 40 കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചു. 40 കഴിഞ്ഞ ആളുകൾ ഇനിയും പഴയ സ്വഭാവത്തിലായി നടക്കരുത്, അശ്ലീലത കണ്ടുകൊണ്ട് നടക്കരുത്, വെറുതെ ആവശ്യമില്ലാത്ത ചാറ്റിംഗ് ചെയ്ത് നടക്കരുത്, ആവശ്യമില്ലാത്ത ഫോൺ വിളിയുമായി നടക്കരുത്. എല്ലാ അശ്ലീലതകളും ഒഴിവാക്കിക്കോ. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇതാ മരണത്തിലേക്ക് പോകാം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇനി എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു തസ്ബീഹ് ഉണ്ടാവട്ടെ, ഒരു ദിക്ർ ഉണ്ടാവട്ടെ, എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളട്ടെ. ദിക്ർ മൗറാദും ഒക്കെ മുറുകെ പിടിക്കൽ. നിസ്കാരം 5 വഖത്ത് ജമാഅത്ത് ശ്രദ്ധിക്കൽ വലിയ ഖൈറാണ്. നിസ്കാരം തന്നെ കൃത്യമാക്കിയാൽ തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിയുമെന്നാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തൊട്ട് തടയും നിസ്കാരം. നിസ്കാരം കറക്റ്റ് ആക്കണം. വല്ലപ്പോഴുള്ള നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, എപ്പോ തോന്നുമ്പോൾ നിസ്കരിക്കണം, അങ്ങനെ ആകാൻ പാടില്ല. നിസ്കാരം ബാങ്ക് വിളിച്ചാൽ അവ്വല് വഖത്തിൽ നമസ്കരിക്കുന്ന ഒരു ശീലം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടായാൽ 99% 100% എല്ലാ തെറ്റുകളും തൊട്ടും തടയും. ഖുർആൻ പറഞ്ഞതാണ് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം 5 വഖത്ത് കൃത്യമാക്കണം. പുരുഷന്മാർ ജമാഅത്തായി പള്ളിയിൽ തന്നെ ബാങ്ക് വിളിച്ചാൽ കൃത്യമായി നിസ്കരിക്കുക. സ്ത്രീകൾ അവ്വല് വഖത്തിൽ തന്നെ വീട്ടിൽ തന്നെ നമസ്കരിക്കുക. അത് തന്നെ ഏറ്റവും ഖൈറാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ പരിസരത്ത് വസിക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനേ, പള്ളിയിലല്ലാതെ നിനക്ക് നിസ്കാരമേ ഇല്ല. നീ നിസ്കരിക്കേണ്ടത് പള്ളിയിലാണ്. ബാങ്ക് വിളിച്ച ഉടനെ പള്ളിയിലേക്ക് വരണം പുരുഷന്മാര്.
സ്ത്രീകളോ അവ്വൽ വഖത്തിന് നമസ്കരിക്കണം, പിന്നത്തേക്ക് ആ പരിപാടി പറ്റൂല. എന്തുകൊണ്ട്? ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം എന്നുള്ളത് സമയബന്ധിതമാണ്, സമയത്ത് നിസ്കരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തോന്നുമ്പോൾ നിസ്കരിച്ചാ പോയി, അലസത വന്നാ പോയി. ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നരകത്തിന്റെ ഒരു ചെരുവാണ് വൈരി എന്ന് പറയുന്ന ഭാഗമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നരകത്തിന്റെ ഒരു ചെരുവ് തന്നെയുണ്ട്, ഒരു വലിയ കുണ്ടാണ്, താഴ്വരയാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖഅറുൻ ഫീ ജഹന്നം, ജഹന്നം എന്ന നരകത്തിന്റെ ഒരു വലിയ കുണ്ടാണ്, ഒരു ചെരുവാണത്, വൈൽ എന്ന് പറയുന്ന പ്രദേശം. നിസ്കരിക്കുന്നവർക്കാണത്. നിസ്കരിക്കുന്നവർക്ക് എങ്ങനെ നിസ്കരിക്കണം? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് അലസതയാണ്, നിസ്കാരത്തെ തൊട്ട് മടിയാണ്, അലസതയാ. താല്പര്യമില്ലാതെ, മനസ്സില്ലാതെ, മടിയോടുകൂടി നമസ്കരിക്കുന്നവരില്ലേ, അവർക്ക് നരകമാണ്, നരകമാണ്. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ മടിയാണ്. ഉമ്മ പറയാം മോളെ നിസ്കരിക്കുക, പാപ്പ പറയാം മോനെ നിസ്കരിക്കുക. അപ്പൊ അവരുടെ ശല്യം കൊണ്ട് നിസ്കരിച്ചില്ല എന്തൊരു, അങ്ങനെ ഒരു മനസ്സോടുകൂടിയാണോ നീ നിസ്കരിക്കുന്നത്? താല്പര്യമില്ലാതെയാണ് നിസ്കരിക്കുന്നത്, എന്നാൽ തന്നെ നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല പറയുന്നത്, നിസ്കരിക്കാത്തവരെ കുറിച്ച് ചർച്ച തന്നെ ഇല്ല. അവർക്ക് എന്തായാലും നരകാൻ, ശാശ്വതമാണ് നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ അലസതയും മടിയും വെച്ച് നമസ്കരിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ, അവർക്ക് നരകത്തിന്റെ ഒരു ചെരുവാണ്. ഹബീബായ റസൂലുള്ളാഹി നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയാ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ തൊട്ട് മടിയുള്ള, അലസതയുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെന്താണ് ഹബീബേ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമറേ അല്ലദീന യുഅഖിറൂന സ്വലാത്ത അൻ ഔഖാതിഹാ. മടിയുടെ ഒന്നാമത്തെ ലക്ഷണം, നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ അവ്വൽ വഖത്തിൽ നമസ്കരിക്കില്ല, നമസ്കാരത്തെ പിന്തിക്കുന്ന ആളുകളാണ്. നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നമസ്കാരത്തെ പിന്തിച്ചാണ് നമസ്കരിക്കുന്നത്. അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർക്ക് നരകത്തിന്റെ ഒരു ചെരുവ് തന്നെ അല്ലാഹു സമ്മാനിക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്നുണ്ട് പക്ഷെ അല്ലദീന യുഅഖിറൂന അൻ ഔഖാതിഹാ, അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. നരകം എന്ന് പറഞ്ഞ വിഷയം ചെറുതല്ല. വനാദാ അസ്ഹാബൻ നാർ അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നരകാവകാശികളായ ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് കത്തിച്ചൊലിക്കുന്നതായ നരകത്തിന്റെ ചൂടിനാൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നരകത്തിലേക്ക് എറിയപ്പെട്ട ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലുള്ള ആളുകളോട് വിളിച്ചു ചോദിക്കുകയാണ്, തേടുകയാണ്, അൻ അഫീളു അലൈനാ മിനൽ മാ. ശരീരത്തിന്റെ അവയവങ്ങൾ നരകത്തിൻ്റെതാകുന്ന തീജ്വാലകളാൽ കത്തി അമർന്നു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾ വെന്തുരുകുന്നത് നിങ്ങൾ ദർശിക്കുന്നില്ലേ, കാണുന്നില്ലേ? നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തേക്ക് ഒരൽപ്പം നല്ല വെള്ളം ഒഴിച്ചു തരുമോ? ശുദ്ധജലമൊന്ന് ഒഴിച്ചു തരുമോ? അൻ അഫീളു അലൈനാ മിനൽ മാ. ദാഹിച്ചിട്ട് വയ്യ കേട്ടോ, ഞങ്ങൾ വല്ലാതെ ദാഹിച്ച് പരവശരായിരിക്കുകയാണ്, വിശന്ന് വലഞ്ഞിരിക്കുകയാണ്, ഒട്ടിയ വയറുമായി നിലകൊള്ളുകയാണ്, ഞങ്ങളുടെ ശരീരമാസകലം തീ പടർന്നിട്ടുണ്ട്. ഒരൽപ്പം നിങ്ങൾക്ക് നൽകപ്പെട്ടതാകുന്ന റിസ്ക്കിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾക്ക് നൽകുമോ? ഞങ്ങൾക്ക് അല്പം പാനം ചെയ്യാൻ വെള്ളമൊന്ന് ഒഴിച്ച് നൽകുമോ? നരകത്തിൽ കിടക്കുന്ന ആളുകൾ വേദനയോടുകൂടി സ്വർഗാവകാശികളോട് ചോദിക്കുമേ. വിശുദ്ധമായ ഖുർആൻ ഖാലൂ, ആ സമയത്ത് നരകാവകാശികളോട് സ്വർഗത്തിലുള്ള ആളുകൾ വിളിച്ചു പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇല്ല കേട്ടോ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരിറ്റ് വെള്ളം പോലും ഒഴിച്ചു തരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹു വിലക്കിയതാണ്. ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിങ്ങൾക്ക് ഭക്ഷണം തരണ്ട എന്നും നിങ്ങൾക്ക് കുടിനീര് തരണ്ട എന്നും അല്ലാഹുവാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഒരിറ്റ് വെള്ളം തരാനോ ഒരിറക്ക് പാനീയം തരാനോ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് സ്വർഗാവകാശികൾ വിളിച്ചു പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നാളെ നരകത്തിൽ കടക്കുമ്പോൾ നരകാവകാശികൾ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ദാഹജലത്തിന് വേണ്ടി സ്വർഗാവകാശികളോട് കേഴുന്ന രംഗം അല്ലാഹു പറയാണ്, അൻ അഫീളു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള റിസ്ക്കിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് താ, എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം എടുത്തെറി, എന്തെങ്കിലും ഒരു അല്പം വെള്ളം ഞങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിച്ചതാ, ഞങ്ങൾ വല്ലാതെ പൊള്ളലേറ്റ് പ്രയാസപ്പെടുന്നു. അപ്പൊ അവര് പറയും, ഇന്നല്ലാഹ ഹറമഹും അലൽ കാഫിരീൻ. നിഷേധികളായ, നീതി നിഷേധികളായ, ദൈവനിഷേധികളായ, അള്ളാഹുവിന്റെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചിരുന്ന, അവിശ്വസിച്ചുകൊണ്ട് നിലകൊണ്ടതായ നിങ്ങൾക്ക് ഒരിറ്റ് വെള്ളം തരാനോ ഒരിറുക്ക് ഭക്ഷണം തരാനോ അള്ളാഹു സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തരൂല. വല്ലാത്തൊരു രംഗം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. നരകമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ.